ഹായ് ഓൾ, എഡ്യൂസ്പെക്ട്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ രണ്ടാം പാർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 on division by 3 and the sequence of natural numbers which leaves remainder 2 on division by 3 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നാച്ചുറൽ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടുന്ന സീക്വൻസും നാച്ചുറൽ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന സീക്വൻസും 2 കിട്ടുന്ന സീക്വൻസുമാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യം നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാം. നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5, 6 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നതാണ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ നാച്ചുറൽ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടുന്ന സീക്വൻസും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടുന്ന സീക്വൻസുമാണ് എഴുതേണ്ടത്. അപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര തന്നെയാണ്? 1 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെയും റിമൈൻഡർ 2 തന്നെയാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടി. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 കിട്ടി. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ 3 കണ്ടീഷൻ മാത്രമേ ഈ നാച്ചുറൽ നമ്പറിനകത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരത്തുള്ളൂ. അപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ റിമൈൻഡർ 2 കിട്ടും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ റിമൈൻഡർ എത്രയേ കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. ഇനി 3ന്റെ മൾട്ടിപ്പിളുകളിലെല്ലാം റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. എന്ന് വെച്ചാൽ 6ല് റിമൈൻഡർ 0 ആയിരിക്കും. അതുപോലെ 9ല് റിമൈൻഡർ 0 ആയിരിക്കും. 3ന്റെ മൾട്ടിപ്പിളിന്റെ തൊട്ടടുത്ത നമ്പറുകളിലെല്ലാം ഈ 4 എന്ന് പറയുന്നതിൽ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. 6 കഴിഞ്ഞിട്ട് 7ല് റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. 9 കഴിഞ്ഞിട്ട് 10ല് റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 1 റിമൈൻഡർ ആയി വരുന്നതിന്റെ തൊട്ടടുത്ത നമ്പർ അതിന് റിമൈൻഡർ എത്രയായിരിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആയിരിക്കും. 7 കഴിഞ്ഞിട്ടുള്ള 8ല് റിമൈൻഡർ 2 ആയിരിക്കും. അതുപോലെ തന്നെ 10 കഴിഞ്ഞിട്ടുള്ള 11ലും റിമൈൻഡർ 2 ആയിരിക്കും. അപ്പോൾ 11 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് 12 അല്ലേ? 12ൽ എത്രയായിരിക്കും റിമൈൻഡർ? 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിലെ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ സീക്വൻസ് നമുക്ക് എഴുതാം. ഫസ്റ്റത്തെ സീക്വൻസ് എന്താണ്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 on division by 3 എന്നാണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്ന സീക്വൻസ് ആണ് എഴുതാൻ പറയുന്നത്? റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ എഴുതാം? 1 എന്ന് പറയുന്നത് ഓൾറെഡി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അടുത്ത് 4 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അടുത്ത് 7 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത് റിമൈൻഡർ. അടുത്ത് 10 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ സീക്വൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അപ്പോൾ സീക്വൻസ്, അപ്പോൾ ഫസ്റ്റത്തെ ഒരു സീക്വൻസ് എന്താണ്? The sequence of natural numbers which leaves remainder 1 on division by 3 എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സീക്വൻസ്? 1 വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 4 വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 7 വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 10 വരുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് ആദ്യത്തെ സീക്വൻസ്. എന്ന് വെച്ചാൽ എന്താണ് സീക്വൻസ്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 on division by 3. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്ന സീക്വൻസ് ആണ്? 1 കിട്ടുന്ന സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 on division by 3. അപ്പോൾ 2 വരുന്നത് ഏതൊക്കെയാണ്? 2ല് റിമൈൻഡർ 2 ആണ്. 5ല് റിമൈൻഡർ 2 ആണ്. 8ല് റിമൈൻഡർ 2 ആണ്. അതുപോലെ 11ല് റിമൈൻഡർ 2 ആണ്. അപ്പോൾ അടുത്ത് എഴുതേണ്ട സീക്വൻസ് ഏതാണ്? 2, 5, 8, 11 എന്ന് പറയുന്ന സീക്വൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ
sequence of natural numbers which leaves remainder 2 on division by 3 എന്ന് പറയുന്നത് ഏതാണ് സീക്വൻസ്? ആദ്യത്തേല് 2 ആണ്, അത് കഴിഞ്ഞിട്ട് 5 ആണ്, 8, 11 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3, 4 എന്ന് പറയുന്നതാണ്. അതിൽ ഏതൊക്കെ എഴുതണം? 1ൽ അവസാനിക്കുകയും 6ൽ അവസാനിക്കുകയും ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് സീക്വൻസ് ആക്കി എഴുതാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എങ്ങനെ വരും? സീക്വൻസ് എന്ന് പറയുന്നത് 1, 6, അടുത്തത് ഏതാണ്? 11 ആണ്, അടുത്തത് ഏതാണ്? 16 ആണ്, അടുത്തത് 21 ആണ്, അടുത്തത് 26 ആണ്. ഇങ്ങനെ പറഞ്ഞ് പോകുന്നതായിരിക്കും നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 എന്ന് പറയുന്നത് ഏതാണ്? 1, 6, 11, 16, 21, 26 അങ്ങനെ കടന്നു പോകുന്നതായിരിക്കും നമ്മുടെ സീക്വൻസ്. ഇനി അതിനെ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways എന്നാണ്. എങ്ങനെ നമുക്ക് വേറെ 2 രീതിയിൽ ഇതിനെ പറയാം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. 1ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. അതുപോലെ 6ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. 11ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന എല്ലാത്തിൻ്റെയും വ്യത്യാസം എത്ര തന്നെയായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 1ൽ സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റാർട്ടിങ് വിത്ത് 1, പിന്നെ എത്ര റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്? 5 റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും അല്ലേ? അപ്പോൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് 5 റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു എന്നുള്ള സീക്വൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അടുത്ത രണ്ടാമത് എങ്ങനെ പറയാം? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ എന്താ 5 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്ന സീക്വൻസ്? 1 കിട്ടുന്ന സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ലേ? അപ്പോൾ 1നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര തന്നെയാണ്? 1 തന്നെയാണ്, അവിടെ മാറ്റമില്ല. 6നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? അവിടെയും 1 ആണ്. അതുപോലെ 11നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? അവിടെയും 1 ആണ്. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസും ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് 5 ആഡഡ് റിപ്പീറ്റഡ്ലി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത രണ്ടാമത് എങ്ങനെ പറയാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്ന സീക്വൻസ്? 1 കിട്ടുന്ന സീക്വൻസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. സി ദീസ് ഫിഗേഴ്സ്. ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദ സ്മാളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് കട്ട് ഓഫ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ്? ആദ്യം ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? ഇക്വലേറ്ററൽ ട്രയാങ്കിളാണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആണ്. അതിൻ്റെ മിഡ് പോയിന്റുകൾ ചേർത്തിട്ട് എന്തുവാണ്? വേറൊരു ട്രയാങ്കിൾ മേക്ക് ചെയ്യുവാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടും? അതിനകത്ത് 4 ട്രയാങ്കിൾ കിട്ടും. ആ 4 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ തന്നെയായിരിക്കും? ഇക്വലേറ്ററൽ ട്രയാങ്കിളുകൾ തന്നെയായിരിക്കും. ആ 4 ട്രയാങ്കിളിൻ്റെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ ആ ലൈനിൽ പറയുന്ന കാര്യം. ദ സെക്കൻഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ഈച്ച് ഓഫ് ദ 3 ട്രയാങ്കിൾസ് ഇൻ ദ ഫസ്റ്റ് പിക്ചർ. അപ്പോൾ ഈ 3 ട്രയാങ്കിളിലും ഫസ്റ്റ് പിക്ചറിൽ എന്തുവാണോ ചെയ്തത് അത് തന്നെയാണ് രണ്ടാമത്തെ പിക്ചറിലും ആ 3 എണ്ണത്തിൽ ചെയ്തിട്ടുള്ളത്. നടുക്കത്തിൽ എന്ത് ചെയ്തിട്ടില്ല. ആ 3 എണ്ണത്തിലും ചെയ്തിരിക്കുന്നത് എന്താണ്? ആദ്യത്തിൽ എന്താണോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിഡ് പോയിന്റുകൾ എന്ത് ചെയ്യുന്നു? ചേർത്ത് വരയ്ക്കുന്നു. ബാക്കിയുള്ളത് എന്താണ്? അപ്പോൾ ചേർത്ത് വരയ്ക്കുമ്പോൾ അവിടെയും എത്ര? ഓരോന്നിലും 4 ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വീതം കിട്ടും. ഓക്കെ, അതാണ് രണ്ടാമത്തതിൽ പറയുന്നത്. ദ തേർഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ദ സെക്കൻഡ് പിക്ചർ. അപ്പോൾ തേർഡ് പിക്ചറിൽ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. സെക്കൻഡ് പിക്ചറിൽ എന്താണോ ചെയ്തത് അതുപോലെയാണ് തേർഡ് പിക്ചറിലും ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ട്രയാങ്കിളിനെയും എത്രയായിട്ട്? 4 ഈക്വൽ ട്രയാങ്കിളായിട്ട് ഇക്വലേറ്ററൽ ട്രയാങ്കിളായിട്ട് എന്ത് ചെയ്യുവാണ്? കട്ട് ചെയ്യുവാണ്.
അങ്ങനെ നടുവിലത്തെ പോർഷനെ എന്ത് ചെയ്യാണ്, മാറ്റി നിർത്തിക്കുകയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? അപ്പോൾ ഓരോന്നിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട്? ഫസ്റ്റ് പിക്ചറിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സെക്കൻഡ് പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. തേർഡ് പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട്? തേർഡ് പിക്ചറിൽ ടോട്ടൽ എണ്ണി വരുമ്പോൾ 27 എണ്ണം അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ 3 ആണ്, സെക്കൻഡ് പിക്ചറിൽ റെഡ് ട്രയാങ്കിളുടെ എണ്ണം 9 ആണ്, അടുത്തതിൽ എത്രയാണ്? 27 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1 കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുഴുവനായിട്ടുള്ള ട്രയാങ്കിൾ ഇല്ലേ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ 1 ആയിട്ടാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏരിയ എത്രയായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. മുഴുവനായിട്ടുള്ള ട്രയാങ്കിളിൻ്റെ, ഈ കട്ട് ചെയ്തിരിക്കുന്നൊന്നുമല്ല. ആദ്യം നമ്മൾ ആ കാണുന്ന ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിട്ട് എടുക്കുക? 1 ആണ്. അപ്പോൾ എന്താണ്? ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1 കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ ഇതിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? ടോട്ടൽ 1 ആണെങ്കിൽ അതിനെ എത്രയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4 ഭാഗത്തിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ആ റെഡ് ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഏറ്റവും ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4ൽ 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പിക്ചർ ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ 1 ആണ്. അതിന് എത്രയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? 4ൽ എത്ര പോർഷൻ ആയിരിക്കും? ഒരു പോർഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് എഴുതാം? 1/4 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻ സെക്കൻഡ് പിക്ചറിൽ എങ്ങനെയായിരിക്കും? സെക്കൻഡ് പിക്ചർ ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, അപ്പോൾ ഓരോ ട്രയാങ്കിളിനെയും എത്രയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെയും 4 എണ്ണം ഉണ്ട്, ഇവിടെയും 4 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമുക്ക് എത്രയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും? 4 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര എണ്ണമായും? അവിടെ 16 എണ്ണം അവിടെ ലഭിക്കും. അതിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/16 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഏരിയ 1 ആണ്. അതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്? 16 ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അതിൽ ഒരു പോർഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് പിക്ചറിൽ ഈച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇൻ തേർഡ് പിക്ചറോ? തേർഡ് പിക്ചറിൽ ഓരോന്നിൻ്റെയും ഏരിയ എത്രയായിരിക്കും? അപ്പോൾ ഒരെണ്ണത്തിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത്രയിനെയും നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 16 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനകത്തും എത്ര ഉണ്ടായിരിക്കും? 16 ഉണ്ടായിരിക്കും. ഇതിനകത്തും 16. ഇതിനകത്തും നമുക്ക് എത്രയായിട്ട് കട്ട് ചെയ്യാം? 16 ആയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 64 എണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ ടോട്ടൽ 1 ആണ്. 1നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും? 1/64 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഈച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. സെക്കൻഡ് പിക്ചറിൽ ഈച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1/16 ആണ്. തേർഡ് പിക്ചറിൽ എന്താണ്? ഈച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/64 ആണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? അപ്പോൾ ടോട്ടൽ ഏരിയ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി റെഡ് ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇൻ ഫസ്റ്റ് പിക്ചർ എന്തായിരിക്കും ടോട്ടൽ ഏരിയ? ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ആണ് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എത്രയാണെന്നറിയാം? 1/4 ആണെന്നറിയാം. അങ്ങനെ ഒരുപോലത്തെ എത്ര എണ്ണം ഉണ്ട്? ഫസ്റ്റത്തെ പിക്ചറിനകത്ത് ഒരുപോലത്തെ 3 എണ്ണം ഉണ്ട്. അതിന് 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമ്മൾ ഫ്രാക്ഷൻ ഇൻറ്റു ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേർക്ക് നേരെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 1 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 3/4 എന്നായിരിക്കും ആ റെഡ് ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 3 എണ്ണത്തിൻ്റെ ഏരിയ എത്രയാണ്? 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ സെക്കൻഡ് പിക്ചറിൽ എങ്ങനെയായിരിക്കും?
സെക്കൻഡ് പിക്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ് 1/16 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3 3 3 അങ്ങനെ 9 റെഡ് ട്രയാങ്കിളുകളുണ്ട്. അത് നമ്മൾ ഫസ്റ്റത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 9 റെഡ് ട്രയാങ്കിൾ. 1 × 9 എത്രയാണ്? 9 / 16 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. തേർഡ് പിക്ചറോ? ഇൻ തേർഡ് പിക്ചർ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 64 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ എത്രയായിരുന്നു? 1/64 എന്നായിരുന്നു. അങ്ങനെ റെഡ് ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 27. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 27 / 64 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഫിഗറിനകത്ത് 4 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. അങ്ങനെ ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 × 3 ആണ്. അപ്പോൾ 3/4 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതിൽ റെഡ് ട്രയാങ്കിളുകളുടെ എണ്ണം 9 ആണ്. 9/16 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതിൽ റെഡ് ട്രയാങ്കിളുടെ എണ്ണം 27 ആണ്. അങ്ങനെയാണെങ്കിൽ 27/64 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നാലാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ സീക്വൻസ് എഴുതണം. ആദ്യത്തെ എത്ര എണ്ണം എഴുതണം? ആദ്യത്തെ 5 എണ്ണം എഴുതണം. അപ്പോൾ ഫസ്റ്റത്തെ സീക്വൻസ് എന്തായിരുന്നു? ആദ്യത്തെ സീക്വൻസ് അപ്പോൾ എത്ര ട്രയാങ്കിളുകളുടെ എണ്ണമാണ്? റെഡ് ട്രയാങ്കിളുകളുടെ എണ്ണം 3 9 27 എന്ന് പറയുന്ന സീക്വൻസ് ആണ്. ഇതിന് എന്തെങ്കിലും ഓർഡർ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് 3യുടെ പവറുകളാണ്. 3⁻1 3 സ്ക്വയർ 3 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 എണ്ണം ഏതായിരിക്കും? 3⁻4 ആയിരിക്കും. അടുത്തത് 3�5 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 3 ആണ്. 3 കഴിഞ്ഞിട്ട് 9 ആണ്. 9 കഴിഞ്ഞിട്ട് 27. 3⁻4 എന്ന് പറയുന്നത് എത്രയാണ്? 81 ആണ്. 81. അടുത്ത് 3⁻5 എന്ന് പറയുന്നത് എത്രയാണ്? 243 എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? 1/4 1/16 1/64 എക്സെട്ര എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1/4⁻1 എന്ന് എഴുതാം. ഇതിനെ 1/4 സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ 1/4 ക്യൂബ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 എണ്ണം എന്തായിരിക്കും? 1/4⁻4 ആയിരിക്കും. അടുത്തത് 1/4⁵ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീക്വൻസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം? 1/4 1/16 1/64. അങ്ങനെയാണെങ്കിൽ 1/4⁴ എത്രയാണ്? 256 ആണ്. അങ്ങനെയാണെങ്കിൽ 4⁵ എത്രയായിരിക്കും? 1/1024 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ 5 എണ്ണം എഴുതാൻ പറഞ്ഞപ്പോൾ എത്ര കിട്ടി? 1/4 1/16 1/64 1/256 1/1024 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സീക്വൻസ് എന്താണ്? മൂന്നാമത്തെ സീക്വൻസ് റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളതായിരുന്നു സീക്വൻസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി. അടുത്തത് 9/16 എന്ന് കിട്ടി. അടുത്തത് 27/64 എന്നായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഇതെങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? 3⁻1 / 4⁻1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് 3 സ്ക്വയർ / 4 സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് 3 ക്യൂബ് / 4 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെ എഴുതാം? 3⁻4 / 4⁴. അടുത്തത് 3⁻5 / 4⁵ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 3⁻1 3 തന്നെയാണ്. /4 ആണ്. അടുത്തത് 9/16 ആണ്. അടുത്തത് 27/64 ആണ്. അടുത്തത് 3⁻4 എത്രയാണ്?
81 ആണ്. 81 ഡിവൈഡഡ് ബൈ 4/4 എന്ന് പറയുന്നത് 256 ആണ്. അടുത്തത് 243 ഡിവൈഡഡ് ബൈ 1024 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മൂന്നാമത്തെ സീക്വൻസ് 3 ഡിവൈഡഡ് ബൈ 4 9/16 27/64 81 ഡിവൈഡഡ് ബൈ 256 243 ഡിവൈഡഡ് ബൈ 1024 എന്ന് എഴുതി ആൻസർ നിർത്താൻ വേണ്ടിയിട്ട് പറ്റും.